CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വികാരാധീനനായി ഇ.പി. ജയരാജൻ തനിക്കെതിരെ ഒരു വിഭാഗം നിരന്തരം പ്രവർത്തിക്കുന്നുവെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ദല്ലാൽ തന്നെ കുടുക്കാൻ ശ്രമിച്ചതാണെന്നും ഇ.പി. ജയരാജൻ പറയുന്നു. നന്ദകുമാറുമായുള്ള ബന്ധം നേരത്തെ അവസാനിപ്പിച്ചതാണെന്നുമാണ് പാർട്ടി സെക്രട്ടേറിയറ്റിൽ ജയരാജന്റെ ഏറ്റുപറച്ചിൽ. അല്ലമീൻ തോട്ടുമുക്ക് നൽകും വിവരങ്ങൾ. അമീൻ, വികാരാധീനനായി എന്ന് പറയുമ്പോൾ അദ്ദേഹം എന്തൊക്കെ മാത്രമല്ല പ്രകാശ് ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തി അദ്ദേഹം തന്നെ വെട്ടിലായതാണ്. ആരാണ് ഇതിൽ ഗൂഢാലോചന നടത്തിയതെന്നാണ് ഇ.പി. ഏറ്റു പറയുന്നത്? വിരുദ്ധ നേരത്തെ തന്നെ പല ആരോപണങ്ങളും തനിക്കെതിരെ ഉയർന്നപ്പോൾ അതിനെല്ലാം പിന്നിൽ ഗൂഢസംഘമുണ്ട് എന്നുള്ളതായിരുന്നു ഇ.പി. ജയരാജന്റെ പ്രതികരണം. ഇന്ന് പുതിയ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലും അതേ വാദം തന്നെയാണ് ഇ.പി. ജയരാജൻ അവതരിപ്പിച്ചത്. കഴിഞ്ഞ കുറെ കാലമായി തനിക്കെതിരെ ഒരു സംഘം പ്രവർത്തിക്കുന്നുണ്ട്, വികാരാധീനനാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. മാത്രമല്ല, ശോഭാ സുരേന്ദ്രന്റെ ആരോപണങ്ങളും അതിന്റെ ഭാഗമാണ്. ദല്ലാൽ നന്ദകുമാർ തന്നെ കൊടുക്കാൻ ശ്രമിച്ചുവെന്നും സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഇ.പി. ജയരാജൻ വ്യക്തമാക്കുകയും ചെയ്തു. ബി.ജെ.പിയിലേക്ക് പോകാൻ താൻ നീക്കം നടത്തിയിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട ശോഭാ സുരേന്ദ്രന്റെ ആരോപണങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണെന്നുകൂടിയും ഇ.പി. ജയരാജൻ യോഗത്തിൽ വിശദീകരിക്കുകയും ചെയ്തു. ഇത്തരം കാര്യങ്ങൾ വിശദീകരിച്ചപ്പോൾ നേതാക്കൾ പറഞ്ഞത് ദല്ലാൽ നന്ദകുമാറുമായുള്ള ബന്ധം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണമെന്നുള്ളതായിരുന്നു. അതിന് മറുപടിയായി ഇ.പി. പറഞ്ഞത് ദല്ലാളുമായി ബന്ധം നേരത്തെ അവസാനിപ്പിച്ചു, ഇപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ബന്ധം ദല്ലാളുമായി ഇല്ല. പ്രകാശ് ജാവദേക്കറെ കണ്ടത് 1 വർഷം മുമ്പാണ്. ആ കൂടിക്കാഴ്ചയിൽ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ ചർച്ചകൾ നടന്നിട്ടുമില്ല. അങ്ങനെ രാഷ്ട്രീയ കൂടിക്കാഴ്ചയല്ലാത്തത് കൊണ്ടാണ് പാർട്ടി നേതൃത്വത്തെ ഇക്കാര്യം അറിയിക്കാത്തതെന്നും ഇ.പി. ജയരാജൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ വ്യക്തമാക്കി. ഇ.പിയുടെ ഈ വിശദീകരണങ്ങൾ മുഖവിലക്കെടുത്തുകൊണ്ടാണ് നടപടികളിലേക്ക് നീങ്ങേണ്ടതില്ല എന്ന് പാർട്ടി യോഗത്തിൽ തീരുമാനമായത്. എന്ന് മാത്രമല്ല, ഇ.പിയുടെ നീക്കത്തിൽ അതൃപ്തരായ ഘടകകക്ഷികളെ കാര്യങ്ങൾ CPIM ബോധ്യപ്പെടുത്തുകയും ചെയ്യും. CPI ഉൾപ്പെടെ ഒപ്പം അതിന്റെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉൾപ്പെടെ അതൃപ്തി പറഞ്ഞിരുന്നു. അവരെ കാര്യങ്ങൾ ബോധിപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് ഇ.പി. ജയരാജനെ മാറ്റേണ്ടതില്ല എന്നൊരു നിലപാടിലേക്കും നേതൃത്വം എത്തുകയായിരുന്നു. വികാരാധീനനായി ഗൂഢാലോചനാ സംഘം തനിക്കെതിരെ പ്രവർത്തിക്കുന്നു എന്ന വാദമാണ് ഇന്ന് പാർട്ടി യോഗത്തിൽ വിശദീകരണമായി ഇ.പി. നൽകിയത്. വിനിത. ശരി, അല്ലമീനാണ് വിവരങ്ങൾ നൽകിയത്.